ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ എ ഫീനിക്സ് റൈസസ് എന്ന് പറയുന്ന ട്വിങ്കിൾ ഖന്ന എഴുതിയ ഒരു വർക്കാണ് നോക്കുന്നത്. ഈ വർക്ക് ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിൻ്റെ ബേസിസിൽ എഴുതിയിരിക്കുന്നതാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ബബ്ലു കേവട്ട് ഹാഡ് ബീൻ ആൻ ഇൻഡിഫറൻറ്റ് സ്റ്റുഡൻറ്റ് അറ്റ് ബെസ്റ്റ്. ബബ്ലു കേവട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റ് ഇൻഡിഫറൻറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇൻഡിഫറൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു താല്പര്യമില്ല പഠിക്കാനും. നമുക്കൊരു സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോൾ പഠിക്കാൻ താല്പര്യമുള്ള ആളായിരിക്കും എന്നാണല്ലോ, അങ്ങനെ ആയിരിക്കണം എന്നാണല്ലോ അല്ലേ? പക്ഷെ നമ്മുടെ കഥാപാത്രം എന്താണ്? ഇൻഡിഫറൻ്റ് ആണ്, പഠിക്കാൻ വലിയ താല്പര്യമില്ല. അറ്റ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ താല്പര്യം ഇല്ല, ബെസ്റ്റായിട്ട് പഠിക്കാൻ താല്പര്യം കാണിക്കാത്ത ഒരാളാണ്. ഹി സ്റ്റിൽ റിമെമ്പേഴ്സ് എ സയൻസ് ടീച്ചർ മിസ്സസ് ശർമ്മ. അദ്ദേഹത്തിൻ്റെ സയൻസ് ടീച്ചറായിട്ടുള്ള മിസ്സസ് ശർമ്മേനെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആൻഡ് ദ എഗ് ഇൻക്യുബേറ്റർ ദാറ്റ് ഹി ഹാഡ് മെയ്ഡ് അണ്ടർ ഹർ സൂപ്പർവിഷൻ. മിസ്സസ് ശർമ്മയുടെ ആ ഒരു സൂപ്പർവിഷനിൽ ഇദ്ദേഹം ഉണ്ടാക്കിയ എഗ് ഇൻക്യുബേറ്റർ ശരിക്കും ഓർക്കുന്നുണ്ട്, ബബ്ലു കേവട്ട് ഓർക്കുന്നുണ്ട്. ബട്ട് വെൻ ബബ്ലുസ് ഫാദർ ഡൈഡ്, ലീവിംഗ് ഹിസ് മദർ സ്ട്രഗ്ലിംഗ് ടു സപ്പോർട്ട് ഹെർ സ്മോൾ ഫാമിലി, he dropped out of school to get his job and help her out. അപ്പോൾ ബബ്ലുവിൻ്റെ അച്ഛൻ മരിച്ചു. പിന്നെ ബബ്ലുവിൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു ഈ ചെറിയൊരു ഫാമിലീനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ബബ്ലു സ്കൂള് ഡ്രോപ്പ് ഔട്ട് ചെയ്തു, എന്നിട്ട് അമ്മയെ സഹായിച്ചു. ഹി ജോയിൻഡ് എ വർക്ക്ഷോപ്പ് ആസ് എ ബസ് ബോയ്. ഒരു വർക്ക്ഷോപ്പിൽ ഒരു അസിസ്റ്റൻ്റ് പോലെ, ബസ് ബോയ് എന്ന് പറയുന്നത് ഒരു അസിസ്റ്റൻ്റ് പോലെ ഒരു വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്തു. ഗെറ്റിംഗ് ടീ ഫോർ ദി ഓണറിന് ചായയൊക്കെ കൊണ്ട് കൊടുക്കും. ഹി സ്ലോലി വർക്ക്ഡ് ഹിസ് വേ അപ്പ് ടു ബിക്കമിങ് എ വെൽഡർ. അങ്ങനെ പതുക്കെ അദ്ദേഹം ഒരു വെൽഡറായിട്ട്, വെൽഡറായി മാറി, നന്നായിട്ട് വെൽഡർ ആവാൻ പഠിച്ചു. അങ്ങനെ ഗ്രാജുവലി ഹി ടുക്ക് ഓവർ ദ മോഡ്ഗാഷ് ഓഫ് ദ വർക്ക്ഷോപ്പ്. അതിനുശേഷം ഇവൻ വർക്ക്ഷോപ്പിൻ്റെ മോഡ്ഗാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വർക്ക്ഷോപ്പിൽ എന്തെങ്കിലുമൊക്കെ പണയത്തിന് കൊടുക്കുക, വാടകയ്ക്ക് കൊടുക്കുക, ഒരു രീതികളൊക്കെ ഇല്ലേ? യെസ്, അത്. ആഫ്റ്റർ ദാറ്റ് ഹീ റാൻ ദ ബിസിനസ് ഹിംസെൽഫ്, ഗ്രോയിങ് ഇറ്റ് സ്റ്റഡിലി. അതിനുശേഷം ബിസിനസ് നമ്മുടെ ബബ്ലു കേവട്ടൻ്റെ ബിസിനസ്സും എടുത്തു. അങ്ങനെ ബിസിനസ് വളരാൻ തുടങ്ങി. ബബ്ലു ആൻഡ് ഗൗരി ഹാഡ് ആൻ അറേഞ്ച് മാരേജ്. ബബ്ലുവും വൈഫ് ഗൗരി എന്ന് പറയുന്നത് വൈഫാണ്, അവർ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ആഫ്റ്റർ മീറ്റിംഗ് ജസ്റ്റ് വൺസ് ബ്രീഫ്ലി ഇൻ ദ പ്രസൻസ് ഓഫ് ബോത്ത് ദെയർ ഫാമിലീസ്. ഒരു തവണ അവർ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഫാമിലീസിൻ്റെ കൂടെ തന്നെ. ഓക്കെ. വൺ മോർണിംഗ് ബബ്ലുസ് മദർ ആൻഡ് യങ്ങർ സിസ്റ്റർ ഷാലു വെ ഡ്രിങ്കിങ് ടീ. ഒരു ദിവസം ബബ്ലുവിൻ്റെ അമ്മയും അതേപോലെ ബബ്ലുവിൻ്റെ അനീത്തി ഷാലു അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലുക്കിംഗ് ഫോർ ഹിസ് വൈഫ്, ബബ്ലു സോണ്ടേർഡ് ഔട്ട് ടു ദ ബാക്ക് പോർച്ച്. വൈഫിനെ നോക്കിയിട്ട് നമ്മുടെ ബബ്ലു, സൗണ്ടേർഡ് എന്ന് പറഞ്ഞാൽ ചുറ്റിത്തിരിയുക എന്നാണ് കേട്ടോ, അവിടെ കറങ്ങിയൊക്കെ നടന്നു ബാക്ക് പോർച്ചിലേക്ക് പോയി. ഹി സോ ഗൗരി വാക്കിംഗ് ഹറിഡ്ലി ടുവേർഡ്സ് ദ ബാത്റൂം ഹോൾഡിങ് എ റാഗ് ഇൻ ഹെർ ഹാൻഡ്. അപ്പോൾ ബബ്ലു കണ്ടത് ഗൗരി, അതായത് ബബ്ലുവിൻ്റെ വൈഫ്, പെട്ടെന്ന് ബാത്റൂമിലേക്ക് ഓടി നടന്നു പോണത് കണ്ടു. ഹോൾഡിങ് എ റാഗ് ഇൻ ഹെർ ഹാൻഡ്. റാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീറിയ തുണി കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ബബ്ലുവിൻ്റെ വൈഫ് ഗൗരി ബാത്റൂമിലേക്ക് വേഗത്തിൽ തിരക്ക് പിടിച്ച് പോയത്. ഹി കെയിം ടു നോ ഫ്രം ഹെർ ദാറ്റ് വിമൻ യൂസ്ഡ് റാഗ്സ് ഇൻസ്റ്റെഡ് ഓഫ് സാനിറ്ററി നാപ്കിൻസ്. അന്നാണ് ബബ്ലുവിന് മനസ്സിലായത് സ്ത്രീകൾ ഉപയോഗിക്കുന്നത് സാനിറ്ററി നാപ്കിൻസ് അല്ല, റാഗ്സ് ആണ്. റാഗ് എന്ന് പറയുന്നത് കീറിയ പഴയ തുണിയാണ് യൂസ് ചെയ്യുന്നത്, നാപ്കിൻസ് അല്ല, സാനിറ്ററി നാപ്കിൻസ് അല്ല ഉപയോഗിക്കുന്നതെന്ന് അന്നാണ് നമ്മുടെ ബബ്ലുവിന് മനസ്സിലായത്. ദാറ്റ് ഈവനിങ് ഓൺ ഹിസ് വേ ബാക്ക് ഫ്രം ദ വർക്ക്ഷോപ്പ്, ബബ്ലു ഡിസൈഡഡ് ടു സർപ്രൈസ് ഗൗരി വിത്ത് എ ഗിഫ്റ്റ്. അന്ന് തന്നെ വൈകുന്നേരം വർക്ക്ഷോപ്പിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ബബ്ലു വിചാരിക്കുകയാണ്, നമുക്ക് ഗൗരിക്ക് ഒരു ഗിഫ്റ്റ് സർപ്രൈസ് ആയിട്ട് കൊടുക്കണമെന്ന് വിചാരിക്കുകയാണ് ബബ്ലു. ഹി വെന്റ് ടു എ സ്മോൾ സ്റ്റോർ. ഒരു ചെറിയൊരു കടയിലേക്ക് പോയി. ദ സ്റ്റോർ കീപ്പർ ക്വിക്ക്ലി റാപ്ഡ് ദ നാപ്കിൻ പാക്ക് ഇൻ എൻ ഓൾഡ് ന്യൂസ് പേപ്പർ. സ്റ്റോർ കീപ്പർ വേഗം തന്നെ ഈ നാപ്കിൻ പാക്ക് ഒരു പഴയ ന്യൂസ് പേപ്പറിൽ റാപ്ഡ് എന്ന് പറഞ്ഞ് പൊതിഞ്ഞു, കവർ ചെയ്തു.
ബബ്ലു വാസ് സ്റ്റാർട്ടിൽഡ് അറ്റ് ദ എക്സോർബിറ്റൻറ്റ് പ്രൈസ്. ബബ്ലു വാസ് സ്റ്റാർട്ടിൽഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്താ പറയുക ഞെട്ടിപ്പോയി. അറ്റ് ദ എക്സോർബിറ്റൻറ്റ് പ്രൈസ്. എക്സോർബിറ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതൽ, ഓവർ, ഭയങ്കര വില. ബട്ട് ഡ്യൂട്ടിഫുള്ളി പെയ്ഡ് ഹിം 40 rupees. എന്നാലും 40 രൂപ അടച്ചു. ഹി അൺറാപ്ഡ് ദ പാക്കറ്റ് ആൻഡ് എക്സാമിൻഡ് ദ പാഡ്. ഈ പാക്കറ്റ് പറഞ്ഞോളൂ, നമ്മുടെ സ്റ്റോൾ കീപ്പർ ഇത് കവർ ചെയ്ത് കൊടുത്തത്. ഈ എന്താ പാക്കറ്റ് തുറന്നിട്ട് പാഡ് ആര് നോക്കി? ഈ ബബ്ലു നോക്കി. ഇറ്റ് സീംഡ് ടു ബി ജസ്റ്റ് പ്ലെയിൻ കോട്ടൺ റാപ്ഡ് ഇൻ എ ഗോസ് ഷീറ്റ്. ശരിക്കും നോക്കുമ്പോൾ എന്താണ്? ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു കോട്ടൺ ഗോസ് ഷീറ്റ്. ഗോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൊരു തുണി, അതിൽ കവർ ചെയ്തേക്കുന്നു, അത്രേ ഉള്ളൂ. ഹി പ്ലേസ്ഡ് ഇറ്റ് ഓൺ ഹിസ് പാം ട്രൈങ് ടു കാൽക്കുലേറ്റ് അപ്രോക്സിമേറ്റ് വെയ്റ്റ് ഓഫ് ദ പാഡ്. എന്നിട്ട് ഇദ്ദേഹം അത് കയ്യിൽ വെച്ചിട്ട് ഇതിൻ്റെ വെയിറ്റ് എത്ര വരുമെന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. 10 grams. ഹി സെഡ് ടു ഹിംസെൽഫ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തോട് പറയണം 10 gram ഒക്കെ വരും. ഹാവിങ് സീൻ ഹിസ് ഫാദർ വർക്കിംഗ് വിത്ത് കോട്ടൺ യാൻ, ഹി ന്യൂ ദാറ്റ് 10 grams ഓഫ് കോട്ടൺ വുഡ് ബെയർലി കോസ്റ്റ് 10 paise. അപ്പോൾ ബബ്ലുവിൻ്റെ അച്ഛൻ കോട്ടൺ യാനൊക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്തേക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബബ്ലുവിന് അറിയാം 10 gram കോട്ടണിന് ഒരു 10 പൈസയൊക്കെ വരുള്ളൂ. ബട്ട് ഹിയർ ഹി വാസ് പേയിങ് 4 rupees ഫോർ ഈച്ച് ഓഫ് ദീസ് പാഡ്സ്. പക്ഷെ ഇപ്പോൾ എന്താണ്? 4 രൂപ, ഓരോ പാഡിനും 4 രൂപ അടയ്ക്കാണ്. ഹി പുട്ട് ദ പാഡ് ബാക്ക് ഇൻ ദ പാക്കറ്റ്. തിരിച്ച് ഈ പറയുന്ന പാഡ് പാക്കറ്റിലിട്ടു. ബാക്ക് ഹോം ബബ്ലു സീക്രറ്റ്ലി ഹാൻഡഡ് ഓവർ ദ പാക്ക് ടു ഗൗരി. വീട്ടിൽ വന്നപ്പോൾ സീക്രട്ടായിട്ട് ഗൗരിക്ക് ഈ പാക്കറ്റ് കൊടുത്തു. ഗൗരി വാസ് നോട്ട് പ്ലീസ്ഡ്. പക്ഷെ ഗൗരി വലിയ സന്തോഷമാവോ ഹാപ്പി ആവുമൊന്നും ചെയ്തില്ല. ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. എന്നാലും if Shalu and I start buying these packets every month, then let alone curd and ghee, we will not even have enough money to buy milk. ഷാലുവും ഞാനും, അതായത് ഷാലു എന്ന് പറയുന്നത് ഈ പറയുന്ന ബബ്ലുവിൻ്റെ സിസ്റ്ററും അതേപോലെ വൈഫ് ഗൗരിയും എല്ലാ മാസവും ഇങ്ങനെ പാക്കറ്റായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കേർഡും ഗീയും ഒന്നും മേടിക്കേണ്ടി വരില്ല. അതേപോലെ തന്നെ പാലും മേടിക്കാൻ നമ്മുടെ കയ്യിൽ കാശുണ്ടാവില്ല. ബബ്ലു ലുക്ക്ഡ് അറ്റ് ഹെർ ഡിജക്റ്റഡ്ലി. ബബ്ലു അവളെ ഡിജക്റ്റഡ്ലി എന്ന് പറഞ്ഞ സങ്കടത്തിൽ നോക്കി. ബട്ട് ഹി ദെൻ ഡിറ്റർമൈൻ ടു സ്റ്റാർട്ട് ന്യൂ പ്രൊജക്റ്റ്. എന്നിട്ട് അദ്ദേഹം ഒരു പുതിയ പ്രൊജക്റ്റ് തുടങ്ങണമെന്ന് ഉറച്ചു തീരുമാനിച്ചു. ഹി പുൾഡ് ഔട്ട് എ പെയർ ഓഫ് സിസേഴ്സ്, എ നീഡിൽ ആൻഡ് സം ത്രെഡ്, കോട്ടൺ ആൻഡ് ക്ലോത്ത് ഫ്രം ഹിസ് ബാഗ്. ബാഗിൽ നിന്ന് സിസേഴ്സും നീഡിലും ത്രെഡ്, കോട്ടൺ, അതേപോലെ ക്ലോത്ത്, ഇത്രയും സാധനങ്ങൾ എടുത്തു. ഹി ബിഗാൻ ഫ്ലാറ്റനിങ് ദ cotton between his hands as if he were spreading out duff to make a chapati. അപ്പോൾ എന്താണ് കോട്ടൺ ഇങ്ങനെ ഫ്ലാറ്റനിങ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരത്തി വെക്കുക എന്ന് പറയില്ലേ, അത് കോട്ടൺ ഇങ്ങനെ പരത്തി വെച്ചു കയ്യിൽ. എന്നിട്ട് എങ്ങനെ ഈ മറ്റേ ചപ്പാത്തിക്ക് നമ്മളിങ്ങനെ മാവ് ഇങ്ങനെ പരത്തി വെക്കുന്ന പോലെ. വിത്തിൻ 24 hours of first touching a sanitary napkin, ബബ്ലു had managed to make his own. 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ആദ്യം മറ്റേ കടയിൽ നിന്ന് മേടിച്ച് ആ നാപ്കിൻ തൊട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ ആ ബേസിസിൽ തന്നെ ബബ്ലുവിന് എന്താ പറയുക, സ്വന്തമായിട്ട് നാപ്കിൻ ഉണ്ടാക്കാനായിട്ട് പറ്റി. ബട്ട് ഹി വാസ് നോട്ട് ഏബിൾ ടു മേക്ക് എ യൂസ്ഫുൾ വൺ. എന്നാൽ ഉപയോഗിക്കാൻ പറ്റുന്നത് ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല. ആസ് ഹി കുഡ് നോട്ട് മേക്ക് ഔട്ട് ദ മെറ്റീരിയൽ യൂസ്ഡ് ബൈ ദ ബ്രാൻഡ്സ്. കാരണം എന്താണ്? ബബ്ലു യൂസ് ചെയ്യുന്നത് ബ്രാൻഡ്സ്, ഓരോ പോപ്പുലർ ബ്രാൻഡ്സ് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അല്ല. ആ മെറ്റീരിയൽ മേക്ക് ഔട്ട് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് എന്നാട്ടോ, അതെന്താണെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ ബബ്ലുവിന് അത് ഉണ്ടാക്കാനും പറ്റിയില്ല. പോപ്പുലർ ബ്രാൻഡ്സ് ഉപയോഗിക്കുന്ന പോലത്തെ നാപ്കിൻസ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പം മേക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതാണ് ഫ്രേസൽ വെർബ് ചോദിക്കാറുണ്ട്. മന്ത്സ് പാസ്ഡ് ആൻഡ് ബബ്ലു പ്രൊക്യൂർഡ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഓഫ് കോട്ടൺ ആൻഡ് അതർ മെറ്റീരിയൽസ് ടു മേക്ക് പാഡ്സ്. കുറേ മാസങ്ങൾ കഴിഞ്ഞു. ബബ്ലു എന്താ പ്രൊക്യൂർഡ് എന്ന് പറഞ്ഞാൽ കളക്റ്റഡ്, ഓക്കെ, എടുക്കുക, റെഡിയാക്കി എടുക്കുക എന്ന് പറയില്ലേ നമ്മളിപ്പോൾ, കരസ്ഥമാക്കുക എന്നാണ്. പലതരത്തിലുള്ളത് പുള്ളി കണ്ടുപിടിച്ചെടുത്തു. ആൻഡ് വേറെ മെറ്റീരിയൽസൊക്കെ നോക്കി പാഡ്സ് ഉണ്ടാക്കാനായിട്ട്. ഈ കണ്ടിന്യൂഡ് ഹിസ് എക്സ്പെരിമെൻറ്റ്സ് നോയിങ് ദറ്റ് മോസ്റ്റ് വിമൻ യൂസ്ഡ് അൺക്ലീൻ റാഗ്സ്. അദ്ദേഹം എക്സ്പെരിമെൻറ്റ് തുടർന്നുകൊണ്ടേയിരുന്നു. കാരണം കൂടുതലും സ്ത്രീകൾ ഉപയോഗിക്കുന്നത് അൺക്ലീൻ റാഗ്സ് ആണ്, അതായത് ക്ലീൻ അല്ലാത്ത പഴയ തുണികളാണ്. ഇൻസ്റ്റെഡ് ഓഫ് സാനിറ്ററി നാപ്കിൻസ് ആസ് ദേ കുഡ് നോട്ട് അഫോർഡ് ദം. എന്താണ്, അവർക്ക് സാനിറ്ററി നാപ്കിൻ മേടിക്കാനുള്ള പൈസ ഇല്ല. അഫോർഡ് ചെയ്യാന്ന് പറഞ്ഞത് കാശ് കൊടുത്ത് മേടിക്കാനുള്ള അവസ്ഥ അല്ല.
He also knew that this made them prone to disease. ബബ്ലുവിന് മനസ്സിലായി ഇങ്ങനെ ചീത്തയായിട്ടുള്ള കീറിയ പഴയ തുണികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അസുഖങ്ങളും വരുമെന്ന്. നോ വൺ എൽസ് അപ്പിയർ ടു ബി ബോതേഡ് ബൈ ദിസ്. പക്ഷെ എന്നാലും ആരും ഇത് കാരണം ഒന്ന് ബോതേഡ് ഒന്നും ആയിട്ടില്ല. ആർക്കും അതിനൊരു പ്രശ്നമൊന്നുമില്ല. ഹി ലുക്ക്ഡ് അറ്റ് ദ ലിറ്റിൽ ഗേൾസ് റണ്ണിങ് അറൗണ്ട് ദി നെയ്ബർഹുഡ്. അദ്ദേഹം ചുറ്റിനും നോക്കി ചെറിയ കുട്ടികളവിടെ ഓടി നടക്കുന്നത്. ദേ കുഡിൻറ്റ് ഈവൻ ബൈ എ ഗുഡ് പെയർ ഓഫ് സ്ലിപ്പേഴ്സ്. പക്ഷെ ആ കുട്ടികൾക്ക് നല്ല പെയർ ഓഫ് ചെരുപ്പ് പോലും മേടിക്കാൻ പറ്റില്ല. ഹൗ കുഡ് ദേ എവർ അഫോർഡ് ടു ബൈ സാനിറ്ററി പാഡ്സ് മന്ത് ആഫ്റ്റർ മന്ത്. അങ്ങനെയുള്ള കുട്ടികൾ എങ്ങനെയാണ് ഓരോ മാസം തോറും സാനിറ്ററി പാഡ്സ് മേടിക്കുന്നതെന്ന് ഇവൻ ആലോചിച്ചു. ഇവനല്ല, നമ്മുടെ ബബ്ലു ആലോചിച്ചു. However, his experiments and his obsession caused some unrest even in the family. ഈ എക്സ്പെരിമെൻസും ഈ കാര്യങ്ങൾ ഇങ്ങനത്തെ ഇതൊന്നും സക്സസ് ആണെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഒബ്സഷനും എല്ലാം വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഹിസ് മദർ ബിസീച്ച്ഡ് ഹിം ടു സ്റ്റോപ്പ് ദ എക്സ്പെരിമെൻറ്റ്സ്. ബിസീച്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ബെഗ് ചെയ്യാന്ന് പറയില്ലേ, കുറേ പറഞ്ഞു നോക്കി ഇതൊന്ന് നിർത്ത്. സെയിങ് ദാറ്റ് ദ ഹോൾ ഫാമിലി വുഡ് ബി ഡിസ്ഗ്രേസ്ഡ് ബൈ എ സോർട്ടഡ് ഇൻട്രസ്റ്റ് ഇൻ വിമൻസ് മെൻസ്ട്രൽ സൈക്കിൾസ്. അതായത് പെണ്ണുങ്ങളുടെ ഈ പറയുന്ന മെൻസ്ട്രൽ സൈക്കിളിനെ കുറിച്ചിട്ടുള്ള ഇയാളുടെ ആഗ്രഹം, ബബ്ലുവിൻ്റെ ആ ഒരു സോർഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തികെട്ട എന്നുള്ള മീനിങ് ആണ്. ആ ഒരു ആഗ്രഹം, അതിൻ്റെ ഒരു താല്പര്യം ഇത് ഫാമിലിക്ക് ഫുൾ നാണക്കേടുണ്ടാക്കും. ദ ന്യൂസ് വാസ് ഗ്രാജുവലി സ്പ്രെഡിങ് ഇൻ ദ വില്ലേജിൽ ഈ ന്യൂസ് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ദ വില്ലേജസ് എൻടാങ്കിൾഡ് ദ ഹോൾ ഫാമിലി ഇൻ എ മെഷ് ഓഫ് കോഴ്സ് വിസ്പേഴ്സ് ആൻഡ് റൂഡ് ഗ്ലാൻസസ്. അപ്പോൾ തന്നെ എന്താ, ആളുകൾ ഇങ്ങനെ നോക്കും, എന്താ പറയുക, ഇങ്ങനത്തെയൊക്കെ പെരുമാറ്റം കാണുമ്പോൾ ആളുകൾ ഇവരുടെ ഫാമിലീനെ ഇങ്ങനെ നോക്കും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ കമൻ്റൊക്കെ പറയുക, ഇങ്ങനെ അവർ മനസ്സിലല്ലോ കുറ്റപ്പെടുത്തി തുടങ്ങിയിരുന്നു. എല്ലാവരും ഇങ്ങനെ നോക്കാനും ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങി. ബബ്ലു വാസ് ഗ്ലൂമി ഫോർ എ വൈൽ അറ്റ് ദ തോട്ട് ഓഫ് സ്റ്റോപ്പിംഗ് ഹിസ് എക്സ്പെരിമെൻറ്റ്സ്. അപ്പോൾ ബബ്ലുവിന് വിഷമമായി, ഇതൊന്ന് നിർത്തിയാലോ എക്സ്പെരിമെൻ്റ് നടത്തലെന്ന് തോന്നി. ബട്ട് ഹി ഡിവൈസ്ഡ് ആൻ ഐഡിയ ടു കോണ്ടക്ട് എക്സ്പെരിമെൻറ്റ്സ് ഓൺ ഹിംസെൽഫ് റാദർ ദാൻ അതേഴ്സ്. അപ്പോൾ ബബ്ലു തീരുമാനിച്ചു, ഓക്കെ, മറ്റുള്ളവരുടെ അടുത്തു നിന്നല്ല, എക്സ്പെരിമെൻറ്റ്സ് സ്വന്തമായിട്ട് തന്നെ എങ്ങനെയെങ്കിലും നടത്തണം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫ്രണ്ട് ഹി കളക്റ്റഡ് സം ബ്ലഡ്. ഒരു ഫ്രണ്ടിൻ്റെ സഹായത്തിൽ കുറച്ച് ബ്ലഡ് അദ്ദേഹം കളക്ട് ചെയ്തു. യൂസിങ് എ റബ്ബർ ട്യൂബ് ഹി എക്സ്പെരിമെൻറ്റഡ് വിത്ത് നാപ്കിൻസ് ഹിംസെൽഫ്. റബ്ബർ ട്യൂബ് ഉപയോഗിച്ചിട്ട് ഈ നാപ്കിൻസ് വെച്ചിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കി. വൺ ഡേ ലത, ഹിസ് നെയ്ബർ പരുൾസ് ഡോട്ടർ, ഹാപ്പൻ ടു സീ ദിസ്. ഒരു ദിവസം നെയ്ബർ പരുളിൻ്റെ മകൾ ലത ഇത് കണ്ടു. ദ നെക്സ്റ്റ് ഡേ ഓൾ കൈൻഡ്സ് ഓഫ് റൂമേഴ്സ് സ്പ്രെഡ് ഓവർ ദ സ്മോൾ ടൗൺ. അടുത്ത ദിവസം തന്നെ എല്ലാ റൂമേഴ്സും ടൗൺ ഫുൾ എന്താ പറയുക സ്പ്രെഡായി. അണേബിൾ ടു ബെയർ ദ ഹ്യൂമിലേഷൻ. ഇത് എന്താ പറയുക, നാണക്കേട് സഹിക്കാൻ പറ്റാണ്ട് ബബ്ലൂസ് വൈഫ് ലെഫ്റ്റ് ഹിം. ബബ്ലുവിൻ്റെ ഭാര്യ അയാളെ വിട്ടുപോയി. ഷീ സെഡ് ഷീ വുഡ് ഓൺലി റിട്ടേൺ വെൻ ഹി ഗേവ് അപ്പ് ഹിസ് മാഡ്നെസ്. ഈ ഒരു ഭ്രാന്ത് നിർത്തിയാൽ മാത്രമേ തിരിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞു. ഹിസ് മദർ ടു ഫോളോഡ് സ്യൂട്ട്. അമ്മ ഇങ്ങനെ തന്നെ പറഞ്ഞു. ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് വൈഫ്, ഹിസ് ഫാമിലി, ഹിസ് ഫ്രണ്ട്സ് ആൻഡ് മണി ദാറ്റ് ഹി കുഡ് നോട്ട് അഫോർഡ് ടു വേസ്റ്റ്, ഓൾ ഇൻ പെർസ്യൂട്ട് ഓഫ് ദ സാനിറ്ററി പാഡ് പ്രൊജക്റ്റ്. എല്ലാം നഷ്ടമായി. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. ബബ്ലു വാസ് എ സിമ്പിൾ വെൽഡർ ഹൂസ് ലൈഫ് ഹാഡ് ബീൻ റിപ്ഡ് എപ്പാർട്ട്. നമ്മുടെ എന്താ പറയുക, ബബ്ലു എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഒരു വെൽഡറാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫ് ശരിക്കും എന്താ പറയുക കീറി പോവായിരുന്നു അല്ലേ. ആൻഡ് ഓൾ ബിക്കോസ് ഹി ഹാഡ് വാണ്ടഡ് ടു ഗിവ് ഗൗരി എ ഗിഫ്റ്റ്. എന്തുകൊണ്ടാണ് ഗൗരിക്കൊരു സമ്മാനം കൊടുക്കണം, അതുകൊണ്ടായിരുന്നു ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും നടന്നത്. എ ഗിഫ്റ്റ് ഫോർ ഓൾ ദ പുവർ വിമൻ ഇൻ ദ വില്ലേജ് ആൻഡ് ഔട്ട്സൈഡ് ഇറ്റ്. ഈ ഗിഫ്റ്റ് ഗൗരിക്ക് മാത്രമല്ല, എല്ലാ പാവപ്പെട്ട സ്ത്രീകൾക്കും, ആ വില്ലേജിലെ സ്ത്രീകൾക്കും പുറത്തുള്ള സ്ത്രീകൾക്കും ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. അഡാപ്റ്റഡ് ഫ്രം എ സാനിറ്ററി മാൻ ഫ്രം എ സാനിറ്ററി ലാൻഡ്. സോ ഇതാണ് നമ്മുടെ വർക്ക്. ഇത്രയേ ഉള്ളൂ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് നോക്കാം, ഇതിൻ്റെ സിനിമയൊക്കെ ഉണ്ട് കേട്ടോ, നിങ്ങൾക്കറിയാലോ. Twinkle Khanna was born in 1973 in Mumbai. She began acting in films in 1995. 1995 സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി ട്വിങ്കിൾ ഖാന. In 2002 she embarked on a new career as an interior designer. അതിനുശേഷം ഇൻറ്റീരിയർ ഡിസൈനറായിട്ടും കരിയർ സ്റ്റാർട്ട് ചെയ്തു. Later she established herself as an author, കോളംനിസ്റ്റും കോളം റൈറ്റിങ്ങും ഓതറും എഴുത്തുകാരിയാണ്. In 2015 her first book Mrs. Funny Bones became a bestseller. The Legend of Lakshmi Prasad is a collection of stories in which the tale of the social entrepreneur Padma Shri Arunachalam Muruganandam is portrayed. വേറെ വർക്കാട്ടോ, ലെജൻഡ് ഓഫ് ലക്ഷ്മി പ്രസാദ് വേറൊരു വർക്കാണ്, കളക്ഷൻ ഓഫ് സ്റ്റോറീസ്. അതിൽ പത്മശ്രീ അരുണാചലം മുരുകാനന്ദൻ്റെ
എന്താ പറയുക കാര്യങ്ങൾ കഥകൾ പറയുന്നുണ്ട്. ദ സ്റ്റോറി ഇൻസ്പയർഡ് ദ നാഷണൽ അവാർഡ് വിന്നിംഗ് ഫിലിം പാഡ്മാൻ. അപ്പോൾ എന്താണ് ഈ കഥയാണ് എന്ത് നമ്മുടെ പാഡ്മാൻ എന്ന് പറയുന്ന നാഷണൽ അവാർഡ് വിന്നിംഗ് ഫീച്ചർ ഫിലിമായിട്ട് മാറിയത്. ഓക്കെ, സോ ആ കഥയാണ് അതിലത്തെ ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.